ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? ഇങ്ങനൊരു അപകടം ഉണ്ടായി, ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കണ്ടേ? എത്ര മണിക്കൂറായി? ഒരു മാനുഷിക പരിഗണന കാണിക്കണ്ടേ? ഒരു കാര്യം പറയാം, ഇവിടുത്തെ നാട്ടുകാരടക്കം ഒരു വലിയ സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരു സംഭവം ഉണ്ടായാൽ അവരോടൊരു മാനുഷിക പരിഗണന കാണിച്ച് അടിയന്തരമായി ഇത് നിർത്തിവെച്ച് അവരുടെ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികളല്ലേ ഇതിന്റെ അധികാരികളടക്കം പാലിക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ? ഉടൻ തന്നെ ആ മര്യാദ കാണിക്കണം, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടി വരും. ഇത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ അപകടം നടന്നിട്ട് പോലും ഈ ഹാപ്പി ലാൻഡിൽ മറ്റു പ്രവർത്തികൾ നടക്കുന്നു എന്നുള്ളതാണ്. ആളുകളെ ഒഴിപ്പിക്കുന്നതിന് പകരം ഇപ്പോഴും അവർ അവരുടേതായ നമ്മെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയധികം ആളുകൾ വരുന്ന സ്ഥലമായിട്ടും ഈ ഇത്ര റെയ്ഡുകളൊക്കെ പ്രവർത്തിക്കുന്നതാണ്. എന്തെങ്കിലും അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട ഒരു ആംബുലൻസ് സൗകര്യം അവിടെയില്ല. മാലിന്യ വണ്ടിയിലൊക്കെ ആളുകളെ പരിക്കേറ്റവരെ, ഇപ്പം തലയ്ക്കൊക്കെ ഗുരുതര പരിക്കേറ്റവരൊക്കെ എങ്ങനെയാണ് അത്തരം വാഹനങ്ങളിലൊക്കെ കൊണ്ടുപോവുക എന്ന ചോദ്യമുണ്ട്. അത് പരിക്ക് ഗുരുതരമാക്കുകയുള്ളൂ. മറ്റൊന്ന്, ഇത് ഇനിയും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആരും അത് നിർത്തിവെക്കാൻ പോലും പറയുന്നില്ല. ആളുകളെ ഒഴിപ്പിക്കേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു. 4-4.5 മണിക്കൂറായി. കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഒരു റൈഡിന്റെ കാര്യം മാത്രമാണിത്. മറ്റ് സാഹചര്യങ്ങൾ എന്താണ്? അതൊക്കെയും സുരക്ഷ പാലിച്ചിട്ടാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയുമല്ലേ? ഇതുവരെ ഇത് നിർത്തിയിട്ടില്ല. ആളുകൾ ഈ സ്ഥാപനത്തെ ഉപരോധിക്കാൻ പോവുകയാണ്. ഇതുവരെ ഈ സ്ഥാപനം നിർത്തിയിട്ടില്ല. ആളുകൾ ചേർന്ന് ഈ സ്ഥാപനത്തെ ഉപരോധിക്കാൻ പോകും. ഇനിതാ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കാണുന്ന റൈഡാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഇവിടെയാണ് കംപ്ലൈന്റ് ആയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും എന്തോ ഒരു യന്ത്ര തകരാറുണ്ടായി, അവിടെ നിന്ന് ഇത് ഒടിഞ്ഞ് താഴേക്ക് വീണു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഈ ഭാഗത്തെ ഈ ഒരു പൈപ്പ് പൂർണ്ണമായി തന്നെ പൊട്ടി മാറിയിട്ടുണ്ട് എന്നുള്ള ഹൈഡ്രോളിക് പൈപ്പാണ്. ഇതും ഈ കാണുന്നതും ഒന്നിച്ച് ഇരിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് പൊട്ടിയതോടുകൂടിയാണ് ഇത് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞതും പിന്നീട് ആളുകളുടെ ഭാരവും അതുപോലെ തന്നെ ഈ റൈഡിന്റെ ഭാരവും കൊണ്ട് ഒരു ഭാഗത്തേക്ക് വീണത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയൊരു അപകടമായിരുന്നു സംഭവിക്കേണ്ടത്. പക്ഷേ ചെറിയ രീതിയിൽ അത് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇവിടെ നിന്ന് ഈ വേലിയൊക്കെ പൊട്ടി ഇത് താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭാഗത്ത് 15 പേരാണ് ഈ സമയം ഇതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നാട്ടുകാരുടെ തീരുമാനം ഇത് ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉപരോധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ പ്രവൃത്തി സാധാരണഗതിയിൽ നടത്തുന്നുണ്ട്. ഒരു ആൾ പോലും ഈ ഭാഗത്തേക്ക് വരികയോ പരിക്കേറ്റവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ ഈ ഹാപ്പി ലാൻഡിന്റെ പ്രവർത്തനത്തെ ഉപരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അതിവേഗത്തിൽ കറങ്ങുന്ന ഒരു റൈഡാണ്. ഈ റൈഡിൽ 15 പേർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്തെത്തിയപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന ആളുകളാണ് ഈ ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയും നേരമായിട്ടും അത് നിർത്തിവെച്ചിട്ടില്ല എന്നതാണ്. നോക്കൂ, അതിന്റെ ഒരു ഭാഗത്തേക്ക് അത് ആകെ ചെരിഞ്ഞുപോയി. താഴേക്ക് ആ റൈഡിന്റെ സീറ്റുകളൊക്കെ പതിച്ച നിലയാണ്. അതിലുണ്ടായിരുന്ന പലർക്കും കാലിൽ ഉൾപ്പെടെ പൊട്ടലേറ്റിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. മെഡിക്കൽ കോളേജിൽ ആളുകൾ എത്തിച്ചപ്പോൾ നോക്കുക, കസേരകളൊക്കെ തകർന്ന നിലയിലാണുള്ളത്. ഒരു ഭാഗം ആകെ തകർന്നിരിക്കുന്ന നിലയിൽ തന്നെയാണുള്ളത്. കഴിച്ചു എന്നാണ് ഇവർ പറയുന്ന ഭാഗം. പോലീസ് ക്രൈം എടുത്തിട്ടുണ്ട്, അത് അന്വേഷിക്കുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. പലതവണ ഇത്തരത്തിൽ ഇവിടെ അപകടങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും തുറന്ന് ഇങ്ങനെ അത് അന്ന് റിട്ടേണായി പരാതികൾ എല്ലാ അധികാരികൾക്കും കൊടുത്തിരുന്നു. ഇതിൽ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും പാലിക്കുന്നില്ല. ഒരു ഇത്തരത്തിലൊരു സ്ഥാപനം 100 കണക്കിന് കൊച്ചുകുട്ടികളാണ് വരുന്നത്. അന്ന് അപകടം പറ്റുമ്പോൾ 3-4 പേരുടെ നട്ടല് തകർന്നു. അവസാനം അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് ഇവർ സെറ്റിൽ ചെയ്യുക ചെയ്തു. അപ്പൊ ആളുകളെ സംബന്ധിച്ച് ഇതിന്റെ പിറകുന്ന് ദൂരം വരുന്നവരാ, കേസിനും മറ്റു കാര്യങ്ങൾക്കും പറ്റാതെ വരുന്നു. ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥാപനത്തിനെതിരെ പരാതിയുമായി പോകാനോ ഒന്നും കഴിയുന്നില്ല. അന്ന് ഈ നാട്ടുകാർ ഒരുപാട് വിഷയം ഉണ്ടാക്കി. അന്ന് ഇതിന്റെ സേഫ്റ്റി, കാരണം ഇത് തമിഴ്നാട്ടില് പല വലിയ പാർക്കുകളും ഒരു പീരീഡ് ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. ഈ അപകടം തടയുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരിപ്പോൾ ഇവിടെ ഉപരോധിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അത് പോലീസ് ഇപ്പോൾ തന്നെ ഇത് നിർത്തിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരനുമതിയില്ല, ഇതിനെ തുറക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ SIയുമായി സംസാരിച്ചു. സാധാരണ ഇത്തരത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കൊക്കെ നടത്തുമ്പോൾ ഫയർഫോഴ്സിന്റെ ഒക്കെ അടക്കം ക്ലിയറൻസ് ആവശ്യമില്ല. അതാ പറഞ്ഞത്, സേഫ്റ്റി മെഷേഴ്സ് പാലിക്കണം. ഇത് തമിഴ്നാട്ടിൽ കണ്ടം ചെയ്ത സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തായാലും ഇവിടെ യാതൊരു വിധത്തിലുമുള്ള സുരക്ഷ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ ആളുകൾ പറയുന്നത് എന്നുള്ളതാണ്. സാറേ, ഇതിന്റെ അപകടം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? അത് ഇത് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ മിനിമം സ്ട്രെങ്ത് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. വർക്ക് ചെയ്തിട്ട് ഇറക്കിയ സമയത്ത് ഇത് പൊട്ടി വീണമെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. ഞങ്ങൾ അത് പരിശോധിച്ചിരിക്കുകയാണ് എന്താണെന്നുള്ളവർ നോക്കിയിട്ട് എന്താണെന്ന് ചെയ്യും.
ഇതിന് ക്ലിയറൻസ് ഇല്ല, അത് ഫയർഫോഴ്സിന്റെയോ അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ക്ലിയറൻസ് ഒന്നുമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. നോക്കുന്നുണ്ടെന്നാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം, വ്യക്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ അത് പരിശോധിച്ചിട്ട് പറയാം. ഇപ്പോൾ 5 പേർക്കാണ് പരിക്കേറ്റെന്ന് പറയുന്നു. അതിൽ കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും ഇല്ല, 5 പേർക്കെന്നാണ് അറിഞ്ഞത്. 5 പേര് ഹോസ്പിറ്റലിൽ. അത് ഇഞ്ചുറി വലുതല്ല, ഗ്രാവിറ്റി ഉള്ളതല്ല, തലയിൽ ചെറിയ ഒരു മുറിവും മറ്റുമൊക്കെയാണ്. അത് നോക്കി എന്താണെന്ന് ചെയ്യുന്നുണ്ട്. അധികൃതർ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരികയോ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇതിന്റെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നാട്ടുകാർ അതിൽ നല്ല അല്ല, ഇത് ഒരു കംപ്ലൈന്റ് ഉള്ളൂ. അപ്പൊ ഇതിൽ മാത്രമല്ലേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് മാത്രം സ്റ്റോപ്പ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറ്റു ഉദ്യോഗസ്ഥരെ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. എന്തായാലും ഇത് ഒരു വിശദമായ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ളതാണ് പോലീസും പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാണുന്ന വലിയൊരു റൈഡാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ചെയിനിൽ അതിവേഗത്തിൽ കറങ്ങുന്ന ഒരു റൈഡാണ്. ഈ റൈഡിന്റെ പകുതിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. റൈഡിന്റെ പല ഭാഗത്തും തുരുമ്പും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൃത്യമായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇവരുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ ഒരു ലാൻഡ്മാർക്ക് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കും എന്നൊരു പ്രതീക്ഷയാണ്. മുമ്പും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ പല അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അപകടങ്ങൾ പതിവായ ഒരു സ്ഥലം കൂടിയാണിത്. പക്ഷെ എന്നിട്ടും റിട്ടേൺ പരാതി അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും നാളും പ്രവർത്തിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിൽ എന്തായാലും ഈ ഇവിടെ വരുന്ന ആളുകളൊക്കെ പുറത്തുനിന്നും ഏതാനും നിമിഷങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി എത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ സാധാരണഗതിയിൽ പരാതിയോ അല്ലെങ്കിൽ മറ്റുമായോ ഒന്നും മുന്നോട്ട് പോകാറില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷയും ഇല്ലാതെ ഈ ഒരു ഹാപ്പി ലാൻഡ് പോലുള്ള ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, പലയിടത്തും ഇതിന്റെ ഈ യന്ത്രം താഴേക്ക് വീണതോടുകൂടി പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചപോലെ ആ വലിയൊരു ബീമിൽ ഹൈഡ്രോളിക് പമ്പിൽ ഇത് ഇരിക്കേണ്ട ഒരു വസ്തുവാണ്. ഇത്രയും വലിയ വെയിറ്റുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നിലത്തിൽ കൂടുതൽ ഉറപ്പോടെ ഇവിടെ ഇരിക്കേണ്ട ഒരു റൈഡ് കൂടിയാണിത്. ഇതാണ് അവിടെ നിന്നും പൂർണ്ണമായും പൊട്ടി ഒരു ഭാഗത്തേക്ക് വീണ് അപകടമുണ്ടാക്കിയിട്ടുള്ളത്. ഈ തെറിച്ചു വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റൈഡിൽ ഇതിൽ വലിയ സേഫ്റ്റിയോ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ വലിയ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഒരു ചങ്ങല മാത്രമാണ് ഈ റൈഡിൽ ഉണ്ടാവുക. ഈ റൈഡിൽ ഇരുന്ന ശേഷം ഈ ആകെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്ന ഒരു കമ്പി എന്ന് പറയുന്നത് ഇതാണ്. ഈ കമ്പി പോലും ഈ ഒരു അപകട സമയത്ത് വേർപെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടത്തും വെറും ഒരു കസാരയിൽ അല്ലെങ്കിൽ ഒരു ചെയറിൽ ഇരിക്കുന്ന ഒരു ഫീൽ മാത്രമാണ്. ഇതിൽ നിന്നും ആളുകൾ തെറിച്ചു വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ഈ കാണുന്ന ഭാഗത്തേക്കാണ് ഇടിച്ചു വീണിട്ടുള്ളത്. അതിനുശേഷം താഴേക്ക് വീണു എന്നുള്ളതാണ് അറിയുന്നത്. ഈ ഒരു സുരക്ഷാ വേലി പോലൊരു സംഭവം സുരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടോ അശ്വിൻ? താഴേക്ക് പതിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി വിനിത, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. പലയിടത്തും കോൺക്രീറ്റിന്റെ കൊണ്ടുള്ള ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ വലിയ പാറകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നേരെ ഒരു ചെറിയൊരു ഹൈറ്റിലാണ് ഇത് ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നേരെ താഴേക്കായിരിക്കും വീഴുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിച്ചു വീണാലും കാര്യങ്ങൾ സമാനം തന്നെയാണ്. വലിയ പാറക്കെട്ടുകളാണ് ഈ ഹാപ്പി ലാൻഡിന് ഈ ഒരു റൈഡ് ഇരിക്കുന്നതിന്റെ 4 ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുക. ഈ കറങ്ങുന്ന ഒരു സാധനത്തിന്റെ വെലോസിറ്റിയിൽ ഒരാൾ തെറിച്ചു വീഴുകയാണെങ്കിൽ നേരെ ചെന്ന് പതിക്കുന്നത് ഇത്തരത്തിലുള്ള പാറയിലേക്കോ അല്ലെങ്കിൽ ഈ കാണുന്ന താഴെ കാണുന്ന ഇടത്തിലേക്കോ ആയിരിക്കാം എന്നുള്ളതാണ്. നമുക്കത് അവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇവിടെ നിന്നും തെറിച്ചു വീണ അവശിഷ്ടങ്ങളാണ് ആ ഭാഗത്ത് വരെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഈ കാണുന്ന ഈ കോൺക്രീറ്റ് ബീം ഇതും ഇതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ആ ക്യാപ്പ് പോലൊരു സംഭവമാണ്. ഇതടക്കം താഴേക്ക് വന്ന് പതിച്ച ഒരു രീതിയിലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അവിടെ ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ കോൺക്രീറ്റ് കൊണ്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ ആയിരിക്കും ആളുകൾ ചെന്ന് ഇടിച്ചു വീഴുക എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുമുള്ള സുരക്ഷ ഈ ഒരു റൈഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം ആളുകൾ ഇരിക്കുന്ന പലയിടങ്ങളിലും തുരുമ്പെടുത്ത ഒരു അവസ്ഥയിലാണ് ഈ റൈഡ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാണുന്ന ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും തുരുമ്പെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല വർഷങ്ങളായി ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു അവസ്ഥയും അത്യാവശ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ സുരക്ഷാ ക്ലിയറൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ള നാട്ടുകാർ ആരോപിക്കുമ്പോഴും ഇത്തരത്തിലുള്ള റൈഡുകളെങ്കിലും ഇടയ്ക്ക് ഒന്ന് സുരക്ഷാ പരിശോധന നടത്തേണ്ടത് ആയിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ സാധാരണഗതിയിൽ വാട്ടർ തീം പാർക്കോ അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കോ ഒക്കെ തുറക്കുമ്പോൾ ആദ്യ 2 മണിക്കൂർ യന്ത്രങ്ങളുടെ
ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകൾ നടത്തുന്നതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളും നടക്കാറില്ല എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാം, ഇത്തരത്തിൽ ഈ ഒരു റൈഡുകളിൽ കയറാം എന്നുള്ള രീതിയിലാണ്. യാതൊരു വിധത്തിലുമുള്ള സുരക്ഷയോ അല്ലെങ്കിൽ പരിശോധനയോ ഇവിടെ നടക്കാറില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ അപകടങ്ങൾ ഇവിടെ പതിവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിൽ ഇവിടെ ഒരു കുട്ടി ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളിൽ വീട് മരണപ്പെട്ടിരുന്നു. അതിന് മുൻപും സമാന രീതിയിൽ ഒരു അപകടമുണ്ടായി. അന്നും 4ഓളം പേർക്കാണ് അന്ന് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ എന്തായാലും 5 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 കുട്ടികളടക്കം ഈ അപകടത്തിലുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഇവിടെ പരിശോധന നടത്തി വരുന്നു. എന്താണ് കൃത്യമായി ഒരു അപകടത്തിന് കാരണം എന്നടക്കമുള്ള പരിശോധനകൾ പോലീസ് നടത്തി വരുന്നുണ്ട്. മാത്രമല്ല ഇനി ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു പരിശോധന, അത് ഫയർഫോഴ്സിന്റെ കൂടി ഒരു പരിശോധന ഇവിടേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് കൂടി ഇവിടെ എത്തിയ ശേഷം കൃത്യമായി തന്നെ പരിശോധന നടത്തും. മാത്രമല്ല പുറത്തുനിന്ന് വിദഗ്ധരെ കൂടി, അതായത് ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ഈ പാർക്ക് നടത്തി പരിചയമുള്ള വിദഗ്ധരെ കൂടി ഇവിടേക്ക് എത്തിച്ച് അവരുടെ രീതിയിൽ ഒരു പരിശോധന കൂടി നടത്തും എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ മാത്രമേ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അധികൃതർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതിന്, പാർക്കിന്റെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവർ ഈ പാർക്ക് ഉപരോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസാണ് ഇടപെട്ട് നിലവിലിപ്പോൾ ഈ പാർക്ക് എത്രയും വേഗം ഇത് ക്ലോസ് ചെയ്യാൻ പോലീസിന്റെ അനുമതിയില്ലാതെ തുറക്കില്ല എന്നൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ നാട്ടുകാർ ഇവിടെ ഉള്ളത്. പക്ഷേ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 80% കുട്ടികളാണ് ഈ ഭാഗത്തേക്ക് പാർക്കിലേക്ക് എത്തുന്നത്. കുട്ടികൾ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ഈ യന്ത്രങ്ങളിലൊക്കെ കയറുകയാണെങ്കിൽ വലിയൊരു അപകടമാണ് സംഭവിക്കാൻ ഉള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇനി ഈ പാർക്ക് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ലിയറൻസ് എല്ലാം ലഭിച്ച ശേഷം മാത്രമേ ഈ ഒരു പാർക്ക് വീണ്ടും തുറക്കാൻ കഴിയുക അല്ലെങ്കിൽ അനുവദിക്കാവൂ എന്നൊരു നിലപാടിലേക്ക് നാട്ടുകാർ കൂടി എത്തിയിട്ടുണ്ട്. പോലീസ് മറുഭാഗത്ത് നിന്ന് ഈ ആളുകളോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗത്ത് നിന്ന് കാണാം ദൃശ്യങ്ങളിൽ എത്ര വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരുന്ന ജെയിൻ വീല് പൊട്ടി വീഴുകയായിരുന്നു എന്നതാണ്. പക്ഷെ ഇപ്പോഴും ആ പാർക്ക് പ്രവർത്തിക്കുന്നു എന്നതാണ്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല എന്നാണ് ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആശുപത്രി എത്തിച്ചയാളുടെ നമുക്ക് ആ പ്രതികരണം. ഇല്ല, ആംബുലൻസ് സർവീസ് പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ കറക്റ്റ് സമയത്തിന് വിളിച്ചറിയിച്ചില്ല. എന്നെ വിളിച്ച് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെക്കൻഡിൽ തന്നെ ഇറങ്ങി ഓടുകയായിരുന്നു. ഞാനിപ്പോൾ 5 പേരിൽ 4 പേരെ ഇങ്ങ് കൊണ്ടുവന്നു. ഒരു പയ്യനുണ്ട്, അത് അവരുടെ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഒരു 3 പേരെന്തോ അവിടെ സെൻറ് ജോൺസ് ആശുപത്രിയിലുണ്ട്. ഒരു കാലിലൊക്കെയാണ് കൂടുതൽ മുറിവുകൾ എല്ലാവർക്കും ഉള്ളത്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. വെൽഡിംഗ് പൊട്ടിയതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം. ഇപ്പോഴും സുരക്ഷ പാലിക്കാതെ അവിടെ അത് പ്രവർത്തിക്കുന്നു ആ പാർക്ക് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി.